ഹലോ. അപ്പം ഇന്ന് നമുക്കൊരു ഒക്ടോപ്പസിൻ്റെ അല്ല, ഒരു ടെഡി ബിയറിൻ്റെ കീ ചെയിനായിട്ട് നമുക്ക് കിട്ടിക്കിട്ടുന്നത്. നമുക്കിപ്പോൾ കീ ചെയിൻ കിട്ടിയില്ല, ഫുള്ളായിട്ട് ഒക്ടോപ്പസാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്കും മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു, എന്ത് ഈ ഒക്ടോപ്പസ്. അങ്ങനെ മാറി എനിക്ക് കിട്ടിയൊരു കസ്റ്റമറായിരുന്നു ടെഡി ബിയറിൻ്റെ. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ടെഡി ബിയറിൻ്റെ കൈ ചെയിൻ ഉണ്ടാക്കണത്. എനിക്കും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അവർക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പാവങ്ങൾക്ക് അറിയില്ലല്ലോ ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഇതാണ് നമ്മുടെ പാവക്കുട്ടി. ഇനി അതിങ്ങനെ ഉണ്ടാക്കണേ നോക്കട്ടെ നമുക്ക്. സംഭവം ഇത് ഉണ്ടാക്കണ ഫുൾ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾ പറയണം, അല്ലാണ്ട് അത്രയും മണിക്കൂറൊക്കെ നമുക്കത് ചെയ്യണത് എടുക്കാമെന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെ ഞാനിപ്പോഴും നൂലെടുക്കണത് ഹോബി സ്റ്റോറിൽ നിന്നാട്ടോ. ഈ നൂലെടുത്തിട്ട് ഈ നൂല് ഞാനൊരു പാവക്കുട്ടീനെ ഉണ്ടാക്കിയിട്ട് പകുതിയിൽ നിർത്തേണ്ട വന്നു. കാരണം നൂല് കഴിഞ്ഞു, ഇനി റോസ് നൂല് ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് വേണം അതിൻ്റെ പണി ചെയ്യാൻ. അപ്പോഴേക്കും നമ്മൾ കീ ചെയിൻ്റെ തീർക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന നോട്ടിലാട്ടം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോന്നിൻ്റെയും പാറ്റേൺസ് എഴുതി വയ്ക്കുക. ഈ പാറ്റേൺസ് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോന്ന് ചെയ്യാനായിട്ട്. ഈ പാറ്റേൺ ഒന്ന് അങ്ങോട്ട് കുറയോ ഇങ്ങോട്ട് കുറയോ ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത് എന്താണോ അതിൻ്റെ രൂപം തന്നെ മാറിപ്പോവും. അതുകൊണ്ട് വളരെ ക്ഷമയോടും ഭയങ്കര ശ്രദ്ധയോടും കൂടി ഉണ്ടാക്കുന്ന ഒരു ജോലിയാണിത്. മടിയുള്ളവർ ഈ പണിക്ക് പോകേണ്ട, നടക്കത്തില്ല. നമുക്ക് ക്ഷമ പഠിക്കണമെങ്കിൽ ഈ പരിപാടി ചെയ്താൽ മതി. കാരണം നമ്മളൊരു റോ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഇതാണ് മാർക്കർ. ഈ മാർക്കർ വയ്ക്കാൻ മറന്നുപോയാൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും. അപ്പം നമ്മൾ വീണ്ടും ഒന്നേന്ന് പറയണത് ഈ ചെയ്തതൊക്കെ അഴിച്ചെടുക്കണം. ഇതെല്ലാത്തൊരു തരണ്ടി പിടിച്ച പണിയാണിത്. പക്ഷെ ഇതൊരു പാഷനായിട്ട് കാണുന്നവർക്ക് ഇറ്റ്സ് ഗുഡ്. എന്തായാലും നമ്മൾ നമ്മുടെ പണി തുടങ്ങി. ഞാൻ ആദ്യം അതിൻ്റെ കാലുകളായിട്ടാണ് രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്തത്. ഇതിൻ്റെ എല്ലാ ബോഡി പാർട്സും സെപ്പറേറ്റ് ഉണ്ടാക്കട്ടെ ചെയ്തത്. ആദ്യം ഉണ്ടാക്കിയൊരു ഡോളിൻ്റെ ഞാൻ വിറ്റത് നമ്മൾ ബോഡിയോട് കൂടി തന്നെ തലയും ചെയ്തു പോയിരുന്നു. എന്നാൽ ഇതങ്ങനെയല്ല. ഡോളിൻ്റെ വാല്, കാല്, ചെവി, ബോഡി, മൂക്ക്, കണ്ണ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് അതിൻ്റെ ബോഡിയിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്തത്. അങ്ങനെ നമ്മൾ രണ്ട് കാലും ഓൾറെഡി ഇതിങ്ങനെ യോജിപ്പിച്ചു. എന്നിട്ട് ഇതിലേക്ക് പഞ്ഞി നിറച്ചു. ബാക്കി നമ്മൾ പിന്നെ തലയിലേക്കാട്ടാണ് കിടന്നത്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചു. പിന്നെ തലപ്പാക്കം നമുക്ക് റെഡിയായി കിട്ടണമല്ലോ, തലയാണല്ലോ എല്ലാം. ഈ നൂല് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. മറ്റേതൊക്കെ ടെഡി ബിയർ ഓൾറെഡി പാവയ്ക്ക് ഉണ്ടാക്കിയ നൂലൊക്കെ ഭയങ്കര സോഫ്റ്റ്, നമ്മൾ ഞെക്കി അതുപോലെ നിൽക്കും. ഇത് നമ്മൾ വടി പോലെ നിർത്തിയാൽ ഉള്ളിൽ പഞ്ഞി നിറക്കണമെന്നൊന്നുമില്ല, അത് വടി പോലെ തന്നെ നിന്നോളും. അത് നമ്മൾ ഓരോന്നിനും ഓരോ വൂളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് നമുക്ക് വാഷബിളാണ് കേട്ടോ, നമുക്ക് വാഷ് ചെയ്യാം. മെഷീനബിൾ വാഷുമാണ് ഈ നൂല്. അങ്ങനെ നമ്മൾ പഞ്ഞൊക്കെ കുത്തിന്നിരിക്കും വരച്ച്. കറക്റ്റ് പഞ്ഞൊന്നും വെച്ചില്ലെങ്കിൽ അതും ഷേപ്പ് മാറാൻ വ്യത്യാസമുണ്ട്. സ്റ്റിച്ചസോളും മറക്കാതിരിക്കുക. കണ്ടു, ഇതാണ് നമ്മുടെ കാലിൻ്റെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ്. ഞാൻ പിന്നെ ചെയ്യണത് പിറ്റത്തെ ദിവസമാണ്. കാരണം ഇരുന്നിരിപ്പ് ചെയ്താൽ നമ്മുടെ നടുവിന് പണിയും. അങ്ങനെ കുളിച്ച് നല്ല സുന്ദരിക്കൊട്ടപ്പി എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പണിയിലേക്ക് കിടക്കണം. നമ്മുടെ മെയിനായി ഇത് കണ്ണാട. കാരണം ഇതിൻ്റെ ഓട്ട കാണണമെങ്കിൽ നമുക്ക് സൂക്ഷ്മദർശിനി തന്നെ വേണം. ചില നൂലുകൾ കുഴപ്പമില്ല, ചില നൂലുകൾ നമുക്ക് കാണണമെങ്കിൽ അത്യാവശ്യമാണ്. ഇതിപ്പോൾ ഞാൻ നോക്കണത് ആ നൂലിൻ്റെ ഫ്രണ്ടിലുള്ള ഹൂക്കിൻ്റെ സൈസാണ്. അവർ തന്നെ അയമ്പ് തരും ഈ നൂലിന് എത്ര വലുപ്പമുള്ള ഹൂക്ക് സൈസാണ് വേണ്ടതെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പാവക്കുട്ടിയുടെ മൂക്കാണ്. അത് മാത്രം ഞാനൊരു സ്കിൻ ടോൺ കളറ് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം മൂക്ക് വേറെയാണല്ലോ, ഒരു ഭംഗി വേണമല്ലോ. എല്ലാം തന്നെ ഭംഗിയായി ഒരു ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ അത് കുഞ്ഞിതെറ്റ് ഇതിൻ്റെ ഇടയിൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തുണ്ടാക്കില്ല അതേപോലെ തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പക്ഷേ ഇത് മുതലാവില്ല. ഇത് അത്യാവശ്യം ഒരു റേറ്റ് എനിക്ക് തോന്നണത്, ഇത് ഞാനൊരു 250 രൂപയ്ക്കാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. ഡെലിവറി ചാർജ് അടക്കം കേട്ടോ ഞാൻ പറഞ്ഞത്. 250 ഡെലിവറി ചാർജ് അടക്കം. പാവയ്ക്ക് കീ ചെയിൻ ഞാൻ 200 വാങ്ങിച്ചത്. പ്ലസ് നമ്മൾ പോസ്റ്റ് വഴി അയക്കണ കാരണം അതിൻ്റെ ചാർജും കൂടി നമ്മൾ ഈടാക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ തലയിലേക്കുള്ള പഞ്ഞിയാട്ടോ കുത്തി കയറ്റിയത്. പക്ഷേ ലാസ്റ്റ് എനിക്ക് കണ്ണും മൂക്കൊക്കെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് പഞ്ഞി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കേണ്ടി വന്നു. ലാസ്റ്റ് അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ പഞ്ഞി പിന്നെ രണ്ടാമതും അതിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കുന്നത്. ഹുക്ക് മാർക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഈ സാധനം മാറുന്ന നമ്മൾ പിന്നെ ചെയ്തതൊക്കെ പോകും. നമ്മൾ പിന്നെ ആദ്യമേ എന്ന് പറഞ്ഞ് തുടങ്ങണ്ട, ഇക്കണ്ട ചെയ്തൊക്കെ നമ്മൾ വെച്ചെടുക്കേണ്ടി വരും.
അങ്ങനെ നമ്മൾ കണ്ണും വിരലും മൂക്കും ചെവിയും ഒരു വിധത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാട്ടോ വേണ്ടത്. എങ്ങനെയുണ്ടല്ല സുന്ദരക്കുട്ടപ്പനായിട്ടില്ലേ? അങ്ങനെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ആണ് ഇത് കണ്ടത്. ഇത് മര്യാദയ്ക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരുമാതിരി കുഷ്ഠം പിടിച്ച പോലെ ഇരിക്കും. കാരണം ഇതിൻ്റെ സ്റ്റിച്ചസോട് അത്രയും ശ്രദ്ധിക്കണം. ബോഡിയുടെ ഒപ്പം നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഓരോ പാർട്സായിട്ട് വെക്കുമ്പോൾ അതിൻ്റെ അളവ്, നീളം, വീതി, വലിപ്പം ഇതൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ലാസ്റ്റ് കാണാം ഒരു കണ്ണ് വലുതായും ഒരു കണ്ണ് ചെറുതായും കാണും. അതൊരു നൂല് പൊന്തി നിന്നതായിരുന്നു. ലാസ്റ്റ് ഞാനത് സൂചി എടുത്തൊന്ന് ഇങ്ങനെ കുത്തിയിറക്കി കൊടുത്തപ്പോൾ 2 കണ്ണും സെയിമായി. കണ്ടു, ഒരു കണ്ണിന് ഇങ്ങനെ തെളിച്ചം പിടിച്ചത് കാണാണ്ട്. വാലൊക്കെ ഇങ്ങനെയുണ്ട്. ലാസ്റ്റേക്ക് മടി കാരണം വാല് വെക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വാല് വെച്ച് കൊടുത്തു. അങ്ങനെ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ചെടിക്ക് ഇഷ്ടമെങ്കിൽ ഇങ്ങനെയുണ്ട്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ. ഓർഡർ ചെയ്യണമെന്നെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ DM ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് യൂട്യൂബായിട്ട് മെസ്സേജ് അയച്ചാലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാട്ടോ. അപ്പോൾ ടാറ്റാ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബായ്. ബായ് പറയാൻ പറ്റേ. ഇതാട്ടോ നമ്മുടെ പാക്കിംഗ് വീഡിയോ. ലാസ്റ്റ് ഞാൻ പാക്ക് ചെയ്ത് അയക്കുന്നൊരു വീഡിയോയും കൂടി ഉണ്ടായിരുന്നു. നല്ലൊരു മഴത്തിന് വേണ്ടി ഞാൻ സ്പ്രേയും അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ എപ്പോഴായാലും സാനിറ്റൈസർ ചെയ്യുക. സാനിറ്റൈസർ ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. പറ്റാ.